نسألك رزقا نحن نرزقك والعاقبة للتقوى അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് നല്ല മരണം വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പ്രിയമുള്ള ചെറുപ്പക്കാരാ സാബിത്ത് ബിൻ ബുനാൻ റളിയല്ലാഹു തആല അൻഹു സാബിത്ത് ബിൻ ബുനാൻ റളിയല്ലാഹു തആല അൻഹു രക്ഷകനെ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് അവர்கள் മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കൂ പറഞ്ഞത് നല്ല മരണം തരുമെന്ന് ചുവക്കത്ത് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ മഹാന്മാരുടെ ചരിത്രം നിനക്കറിയാം അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നേരം നിസ്കരിച്ച് ജീവിച്ചിരുന്ന എത്രയോ മഹാന്മാർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്ത ചരിത്രം നിനക്കറിയുമല്ലോ ഹദീസിന്റെ കിതാബിൽ നോക്കൂ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു രജബനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് മരണത്തോട് ഓടിച്ചുകൊണ്ട് കിടക്കുകയാണ് ആ സമയത്ത് തന്റെ ഭാര്യയും മക്കളും കുടുംബക്കാരും മുഴുവനും ചാരത്തുവൻ നിന്ന് കരയുകയാ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം അഹ്മദ് തങ്ങളുടെ ചാരത്തുവനിരുന്ന് കുടുംബക്കാരും മുഴുവനും കരയുമ്പോ മഹാനവറുകളെ പറഞ്ഞതെന്തെന്നറിയുമോ നിങ്ങളെന്തിനാ കരയുന്നത് നിങ്ങളെന്തിനാ കരയുന്നത് എന്നെ ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും കരയണ്ട എന്നെ ഓർത്തിട്ട് നിങ്ങൾ കരയണ്ട എന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ അപരാധിപ്പെടണ്ട കാരണമെന്നറിയുമോ പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കുന്നവന് നല്ല മരണം കൊടുക്കുമല്ലോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യയും മക്കളും കുടുംബക്കാരും എല്ലാവരും അടുത്തു വന്ന് നിന്ന് കരയുകയാ മഹാനവറുകൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയണേ നിങ്ങൾ എന്തിനാ കരയണേ എന്നെ ഓർത്തിട്ട് നിങ്ങൾ ആരും കരയണ്ട എനിക്ക് അല്ലാഹു നല്ല മരണം തരും എനിക്ക് അല്ലാഹു നല്ല മരണം തരും കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കുന്നവൻ അല്ലാഹു നല്ല മരണം കൊടുക്കും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് നിസ്കരിക്കുന്നവൻ അല്ലാഹു നല്ല മരണം കൊടുക്കും ഇമാം അഹ്മദ് തങ്ങൾ തന്റെ കുടുംബക്കാരോട് പറയുകയാ 50 കൊല്ലമായിട്ട് ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം മുടക്കാറില്ല സുബ്ഹാനല്ലാഹ് ഇമാം അഹ്മദ് തങ്ങൾ തന്റെ കുടുംബക്കാരോട് പറയുകയാ 50 വർഷക്കാലമായിട്ട് ഞാൻ എന്റെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹുവേ പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോ ആ ഇമാം കൈകെട്ടുമ്പോ തൊട്ടു പുറകിൽ നിന്ന് കൈകെട്ടാൻ തുടങ്ങിയിട്ട് 50 കൊല്ലമായി എനിക്ക് ഒരൊറ്റ വഖത്ത് പോലും മുടക്കിയ ഓർമ്മയില്ല ഞാൻ 50 കൊല്ലമായിട്ട് 5 നേരം നിസ്കരിക്കുന്നവനാ എനിക്ക് അല്ലാഹു നല്ല മരണം തരും എന്നെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടണ്ട എന്ന് മഹാനായ ഇമാം അഹ്മദ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ 50 കൊല്ലമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹുവേ ഇമാം കൈകെട്ടുമ്പോ തൊട്ടു പുറകിൽ നിന്ന് ഒന്നാമത്തെ റക്അത്തിൽ ഇമാമിന്റെ തൊട്ടു പുറകിൽ കൈകെട്ടിയ മഹാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ നമുക്കങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത് പ്രത്യേകിച്ച് ഏത് നമസ്കാരം എന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ 2 വഖത്ത് നമസ്കാരങ്ങളോ സുബ്ഹിയും ഇശായും പഠിച്ചവനെ മുനാഫിഖീങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാ എന്റെ പ്രിയമുള്ള സഹോദരാ വെളുപ്പാങ്കാലത്തുള്ള നമസ്കാരമുണ്ടല്ലോ ആ സുബ്ഹിന്റെ തൊട്ടുമുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു സ്വഭാവമുള്ള പല ചെറുപ്പക്കാരുമുണ്ട് ചില പെങ്ങന്മാരുമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ സദസ്സിലുണ്ടെങ്കിൽ നിന്റെ മഹത്വം നിനക്കറിയുമോ നിന്റെ സ്ഥാനം നിനക്കറിയുമോ മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് 3 അടയാളമുണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് 3 അടയാളമുണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ് പക്ഷേ പടച്ചവൻ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലാഹു തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അറിയണോ ചെറുപ്പക്കാരാ അറിയണോ പെങ്ങള് അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയണോ ഇമാം ഗസാലി തങ്ങൾ 3 അടയാളമാണ് പറഞ്ഞു തന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് 3 അടയാളമുണ്ട് അതിലൊരു